എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ഓസ്ട്രേലിയ അവസാന ടെസ്റ്റിന്റെ മൂന്നാം ദിനം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് ഓസ്ട്രേലിയയ്ക്ക് എതിരെ മൂന്നാം സെഷനിൽ ഇന്ത്യയ്ക്ക് കൂട്ടത്തകർച്ചയാണ് നേരിട്ടത്. സിഡ്നി ടെസ്റ്റിൽ ഇന്ത്യ 185 എല്ലാവരും പുറത്തായി. 4 വിക്കറ്റ് നേടിയ സ്കോട്ട് ബോളണ്ടാണ് ഇന്ത്യയെ തകർത്തത്. മിച്ചൽ സ്റ്റാർക്ക് 3 പാറ്റ് കമ്മിൻസ് 2 വിക്കറ്റ് വീഴ്ത്തി. 40 റൺസ് നേടിയ ഋഷഭ് പന്താണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. മോശം ഫോമിൽ കളിക്കുന്ന രോഹിത് ശർമ്മ ഇല്ലാതെയാണ് ഇന്ത്യ കളിക്കുന്നത്. അദ്ദേഹം സ്വയം പിന്മാറുകയായിരുന്നു. അതോടെ ജസ്പ്രീത് ബുംറ നായകനായി തിരിച്ചെത്തി. രോഹിത്തിന് പകരം ശുഭ്മൻ ഗിൽ ടീമിലെത്തി. പരിക്കേറ്റ ആകാശ്ദീപിന് പകരം പ്രസിദ്ധ് കൃഷ്ണ ടീമിൽ ഇടം നേടി. ഓസ്ട്രേലിയ ഒരു മാറ്റം വരുത്തി. മിച്ചൽ മാഷിന് പകരം ബ്യൂ വെബ്സ്റ്റർ അരങ്ങേറ്റം കുറിച്ചു. യശസ്വി ജയ്സ്വാൾ, KL രാഹുൽ, ശുഭ്മൻ ഗിൽ എന്നിവരുടെ വിക്കറ്റുകൾ ആദ്യ സെഷനിൽ തന്നെ ഇന്ത്യയ്ക്ക് നഷ്ടമായി. 5ാം ഓവറിൽ രാഹുൽ മടങ്ങി. സ്റ്റാക്കിന്റെ പന്ത് ഫ്ലിക്ക് ചെയ്യാനുള്ള ശ്രമത്തിൽ സാം കോൺസ്റ്റാസിന് ക്യാച്ച്. പിന്നാലെ ജയ്സ്വാളും പവലിയനിൽ തിരിച്ചെത്തി. ബോളണ്ടിന്റെ പന്തിൽ സ്ലിപ്പിൽ ബ്യൂ വെബ്സ്റ്റർക്ക് ക്യാച്ച് നൽകുകയായിരുന്നു താരം. ആദ്യ സെഷന്റെ അവസാന പന്തിലാണ് ഗിൽ മടങ്ങുന്നത്. ലിയോണിന്റെ പന്ത് ക്രീസ് വിട്ട് പ്രതിരോധിക്കാനുള്ള ശ്രമത്തിൽ സ്ലിപ്പിൽ സ്റ്റീവ് സ്മിത്തിന് ക്യാച്ച്. 2ാം സെഷനിന്റെ തുടക്കത്തിൽ കോഹ്ലിയും പവലിയനിൽ തിരിച്ചെത്തി. സ്കോട്ട് ബോളണ്ടിന്റെ പന്തിൽ വെബ്സ്റ്റർക്ക് ക്യാച്ച്. ഇതോടെ 4-72 എന്ന നിലയിലായി ഇന്ത്യ. ആ സെഷനിൽ പിന്നീട് വിക്കറ്റൊന്നും നഷ്ടമായില്ല. പന്ത്, രവീന്ദ്ര ജഡേജ സഖ്യം 48 റൺസ് കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ഇന്നിംഗ്സിലെ മികച്ച കൂട്ടുകെട്ടും ഇതുതന്നെയായിരുന്നു. എന്നാൽ പന്തിനെ പുറത്താക്കി ബോളണ്ട് ഇന്ത്യയുടെ കൂട്ടുതകർച്ചയ്ക്ക് തുടക്കമിട്ടു. ബോളണ്ടിനെതിരെ പുൾ ഷോട്ട് കളിക്കാനുള്ള ശ്രമത്തിൽ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിന് ക്യാച്ച്. തൊട്ടടുത്ത പന്തിൽ നിതീഷ് കുമാർ റെഡ്ഡിയും മടങ്ങി. ജഡേജയെ സ്റ്റാക്ക് വിക്കറ്റിന് മുന്നിൽ കുടുക്കിയപ്പോൾ വാഷിംഗ്ടണ് സുന്ദർ ഓസീസ് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിന്റെ പന്തിൽ വിക്കറ്റ് കീപ്പർക്ക് ക്യാച്ച് നൽകി. പ്രസിദ്ധ് കൃഷ്ണയാവട്ടെ സ്റ്റാക്കിനെതിരെ കൂറ്റൻ ഷോട്ടിന് ശ്രമിച്ച് കോൺസ്റ്റാസിന് ക്യാച്ച് നൽകി. ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് സഖ്യം സ്കോർ 180 കടത്തി. കമ്മിൻസിനെ ഒരു സിക്സടിച്ച ബുംറ അടുത്ത പന്തിൽ കീഴടങ്ങുകയും ചെയ്തു. സിറാജ് പുറത്താവാതെ നിന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ മത്സരം ആണ് ഇന്നത്തേത്. ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഒപ്പമെത്താനുള്ള അവസാന അവസരമാണിത്. ബാറ്റിംഗിൽ പിഴച്ച ഇന്ത്യ ബോളിംഗിൽ ശക്തമായി തന്നെ തിരിച്ചുവരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ കളിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.